ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ആർദ്രവുമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെ കാലിൽ ഉറച്ചിരിക്കുന്ന പാദരക്ഷകൾ വേണം. കാലിൽ ഉറച്ചിരിക്കുന്ന പാദരക്ഷകൾ, അതുപോലെ തന്നെ ഷോൾഡർ ബാഗ്, നമ്മളെ കൈയും കാലും എപ്പോഴും ഫ്രീ ആയിരിക്കണം. അതുപോലെ ട്രക്കിങ്ങിന് സാധാരണ പോകുമ്പോൾ നമുക്ക് ഈ ലഹരി വസ്തുക്കളോ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും പാടില്ല. ഇതാ നമ്മളിപ്പോ ഇന്ന് ചീങ്ങേരിക്കുള്ള നൈറ്റ് ട്രക്കിങ്ങിനാണ് എല്ലാവരും കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മള് അതിനൊരു സംവിധാനം പെട്ടെന്ന് വന്നപ്പോൾ അതിന്റെ സംവിധാനം ഒരുക്കിയിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ നല്ല മിടുക്കന്മാരായി നല്ല സംവിധാനത്തിൽ പോകണം. പിന്നെ രാത്രി കാലങ്ങളിലാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മള് ഒരടുക്കും ചിട്ടയും ആയ രീതിയിലാണ് പോകേണ്ടത്. നമുക്ക് ഹെഡ്ലൈറ്റ് തന്നിട്ടുണ്ട്. ഒരു ഹെഡ്ലൈറ്റ് ഓരോരുത്തർക്കും വേണമെന്നില്ല, 2-3 പേരൊക്കെ ഉപയോഗിക്കാം. പോകുന്ന വഴിയത്തിന്റെ ദിശ ബോർഡുകളുണ്ട്, ദൂരമൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസൃതമായിട്ട് പോവുക. പാറയില് ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് കയറൊക്കെ ഇട്ടിട്ടുണ്ട്. ആ കയറ് ഉപയോഗിച്ചിട്ട് നമുക്ക് കയറാം. കയറില്ലാണ്ട് തന്നെ പോകാം. എല്ലാവരും നല്ല അടുക്കും ചിട്ടയിലും നല്ല സംവിധാനത്തിൽ വരേണ്ടതാണ്. ഇവിടുത്തെ പരിശീലനം സൃഷ്ടിച്ച 3 സ്റ്റാഫുകൾ നിങ്ങളുടെ കൂടെ വരും. നിങ്ങൾക്കറിയാം, ഇതൊക്കെ തീ പിടിച്ചു കഴിയുമ്പോഴൊക്കെ ഓടി അണയ്ക്കാനും അതിനോട് ബന്ധപ്പെട്ട ഉസിരുള്ള ചങ്ങാതിമാരാണ് ഇവിടുത്തെ സ്റ്റാഫുകൾ. അപ്പോ അത്രയും രീതി അവരുടെ സേവനം നിങ്ങൾക്ക് ഉപയോഗിക്കാം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൂടി പോകുമ്പോൾ ഒരാൾ വേറൊരാളെ ദേഹത്ത് തട്ടുകയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ പെട്ടെന്ന് വീഴുകയാണെങ്കിൽ വേറൊരാൾ തട്ടുമ്പോൾ തെറിച്ചു പോകുന്ന ഒരു സംവിധാനം വരരുത്. അതിന്റെ മറുഭാഗത്ത് അഗാധമായ ഗർത്തമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഗൈഡുമാരുടെ അനുവാദമില്ലാതെ നമ്മൾ പുറത്തേക്കൊന്നും അങ്ങനെ പോകരുത്. രാത്രി കാലമാണ്. അപ്പൊ അങ്ങനെ വെളിച്ചത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അനുഭവപ്പെടാം. പിന്നെ ഇവിടെ നമ്മൾ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ സാഹസിക പരിപാടിയാണ്. അപ്പൊ നമുക്ക് വെള്ളം ചിലപ്പം ലഭിച്ചെന്ന് വരില്ല, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടിയെന്ന് വരില്ല. ഏത് സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള മാനസിക കരുത്ത് നമുക്കുണ്ടാവണം. അപ്പൊ നമുക്ക് ഈ ആവശ്യത്തിനുള്ള വെള്ളവും ആവശ്യത്തിനുള്ള സംവിധാനങ്ങളൊക്കെ വേണം. അധികം നമുക്ക് ലഹരികളൊന്നും ഉപയോഗിക്കാണ്ട് പഴവർഗ്ഗങ്ങൾ വെള്ളമൊക്കെ കഴിച്ച് നമുക്ക് ആവശ്യത്തിന് സ്റ്റാമിനയൊക്കെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് പോവാം. KSRTCയുടെ ഒരു ധീരമായ ഒരു ചുവടുവെപ്പാണ്. അവരുടേതായിട്ടുള്ള ആ ഒരു സാമീപ്യം ഈ ടൂറിസത്തിനും അതുപോലെ തന്നെ വ്യാപാരി സമൂഹത്തിന്റെ ഒരു തലോടലും ഇതിന് ഊർജം നൽകും. കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ എല്ലാവരും അത്യാവശ്യം ട്രക്കിങ്ങിനൊക്കെ പോയ ആളുകളോടുകൊണ്ട് ഈ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.